അങ്ങനെ എനിക്ക് 25 പൈസ കൂലിയിൽ ഞാൻ ജോലിക്ക് ഇറങ്ങി. 8ാമത്തെ വയസ്സിൽ 25 പൈസ കൂലി വാങ്ങിച്ച ആളാണ് ഞാൻ. പച്ചക്കപ്പ ചുട്ടു തന്നിട്ടുണ്ട് അമ്മ, പിണ്ണാക്ക് തന്നിട്ടുണ്ട്. എൻ്റെ ഈ പ്രായത്തിൽ ഇപ്പോഴും ഞാനത് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് 2 പെൺമക്കളാണ്. ചേച്ചിയെ നാട്ടിൽ വിളിച്ചിരുന്നത് റൗഡി രാജമ്മ എന്നാണ്. അത്ര തെമ്മാടിത്തരം കയ്യിലുണ്ടായിരുന്ന ആളാണ്. വീട്ടിൽ വന്ന് കപ്പലണ്ടി മേടിക്കും. അന്ന് 1 പൈസയ്ക്ക് 6 കപ്പലണ്ടിയാണ്. നമുക്ക് സ്വന്തമായി ഒരു വണ്ടി വാങ്ങണം എന്നുള്ള ഒരു മെന്റൽ. നമസ്കാരം. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തളരുകയും കരയുകയും എന്തിന് ആത്മഹത്യ ചെയ്യണമെന്ന് വരെ ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗങ്ങൾക്കിടയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, നമുക്ക് ചുറ്റുമുള്ള പലരും അങ്ങനെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യമൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഓരോ ദിവസവും ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലും നാളെ നല്ലൊരു ദിവസമായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് അത് വന്നത് നാളത്തേക്ക് എനിക്കൊരു പാഠമാണ്, അല്ലെങ്കിൽ എനിക്കിതിനേക്ക് അതിജീവിക്കാൻ സാധിക്കും എന്നൊരു ധൈര്യത്തോടെ, ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കുന്ന വളരെ വ്യത്യസ്തമായ ചിന്താഗതികളുള്ളൊരു ആളെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ആളുടെ പേരാണ് രാജമ്മ വേണു എന്നുള്ളത്. നമുക്ക് അവരെ പരിചയപ്പെടാം. ചേച്ചി നമസ്കാരം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ കേൾക്കുന്നത്, ഇപ്പം ഞാൻ ഉൾപ്പെടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതെങ്ങനെയാണ് മറികടക്കുക, ഇതൊക്കെ മടുത്തു എന്ന് തോന്നുന്ന ഒരു വലിയ വിഭാഗത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുക. പക്ഷെ ചേച്ചിയുടെ കഥകൾ പലപ്പോഴും കേൾക്കുമ്പോൾ, ചേച്ചി അല്ലെങ്കിൽ നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ല, നമ്മളൊക്കെ ചിന്തിച്ചത് എന്ത് നിസ്സാരമായിട്ടാണ്, നമ്മളെത്ര നിസ്സാരമാണെന്ന് തോന്നുന്ന ചേച്ചിയുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ തോന്നാറുണ്ട്. അപ്പോൾ ചേച്ചി എങ്ങനെയാണ്, ചേച്ചിയുടെ എപ്പോഴത്തെ ജോലി എന്താണ്, ചേച്ചി എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇത് കൊണ്ട് ഒരുപാട് പേർക്ക് ഇതൊന്നും ഞങ്ങൾ അനുഭവിക്കുന്നൊന്നും പ്രശ്നമല്ല, അതിനേക്കാൾ അപ്പുറം ഫേസ് ചെയ്ത ആളുകൾ ഇവിടെ പുലി പോലെ നടക്കുന്നുണ്ട് എന്ന് ഒരു ധൈര്യം എല്ലാവർക്കും കൊടുക്കാൻ നമുക്ക് ഈ ഒരു എപ്പിസോഡിലൂടെ പറ്റണം. അതാണ് നമ്മൾ ചേച്ചീനെ ഈ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാനുള്ള കാരണം. അപ്പോൾ അതെന്താ ചേച്ചിയുടെ ജീവിതം എങ്ങനെയാണ്, എന്തായിരുന്നു, അതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. എൻ്റെ ജീവിതം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ ഒരു സാമ്പത്തികം ഇല്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നു. 5 വയസ്സായപ്പോൾ എൻ്റെ മാതാവ് മരിച്ചു. അപ്പോൾ അതിൽ നിന്നും വീട്ടിലെ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ കണ്ടു വളർന്ന ഒരു ആളാണ് ഞാൻ. എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഒരു പറഞ്ഞാൽ നമുക്കത് എങ്ങും എത്താത്ത ഒരു ആളാണ് എൻ്റെ അമ്മ. അമ്മയുടെ കഷ്ടപ്പാടും ദുരിതവും കണ്ടു വളർന്നു ഞങ്ങൾ 3 മക്കളാണ്. അതിൽ ഏട്ടൻ്റെ പഠിപ്പ് തന്നെ അതിൽ പെൻഡിങ്ങായി പോയതാണ്. 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ക്ലാസ്സോടുകൂടി പാസ്സായി. അത് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടും ഞങ്ങളെ പെങ്ങാമാർക്ക് വേണ്ടിയിട്ട് ആ ജീവിതം വേണ്ടാന്ന് വെച്ച ഒരു വ്യക്തിയാണ് എൻ്റെ സഹോദരൻ. ആ ചേട്ടൻ ജോലിക്കിറങ്ങി ഗവൺമെൻറ് ഏറ്റെടുക്കാൻ വന്നപ്പോൾ ഗവൺമെൻറ്റിനോട് ചോദിച്ച ഒരു വാക്കുണ്ട് എൻ്റെ സഹോദരൻ, എനിക്ക് 2 പെങ്ങാമാരുണ്ട്, അമ്മയുണ്ട്, എനിക്ക് ഭക്ഷണം തരുന്ന കൂട്ടത്തിൽ ഒരു പൊതി ചോറ് തരുമോ? അതാണ് ഇപ്പം നിങ്ങൾ ചോദിച്ചപ്പോൾ എൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്ന ആദ്യം മനസ്സിലേക്ക് വന്ന ചിത്രം അതാണ്. നമ്മൾ എന്തും താഴ്മയോടെ തുടങ്ങണമെന്നാണല്ലോ, ഇരുന്നിട്ട് കാല് നീട്ടണമെന്നാണ് എൻ്റെ മാതാവ് പഠിപ്പിച്ചേക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ അതൊന്ന് തുറന്നേ ഉള്ളൂ. എങ്ങനെയായിരുന്നു ചേച്ചി പറഞ്ഞു, ചേച്ചിയുടെ ബാല്യം ഭയങ്കര കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ 8 വയസ്സിൽ ഞാൻ ജോലിക്കിറങ്ങിയ ഒരു വ്യക്തിയാണത്. അപ്പോൾ നാട്ടുകാരും വീട്ടുകാരും മറ്റുള്ളവരും ചിന്തിക്കാം, എങ്ങനെയാണ് ഈ കുട്ടി 8 വയസ്സിൽ ജോലി ചെയ്തത്. എൻ്റെ അമ്മ കരിപ്പാടങ്ങളിൽ കൂലിപ്പണിക്ക് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാറ് നടാനും കൊയ്യാനും മെതിക്കാനും. ആ കൂടെ ഞാൻ പോയിട്ട് ഈ അമ്മമാർക്ക് ഞാറ് വലിച്ച് എറിഞ്ഞു കൊടുക്കും, കൊണ്ട് നടന്നു കൊടുക്കും. അരനീര് ചെളിയിലായിരിക്കും. അപ്പോൾ അന്നേ കൊണ്ട് എനിക്കൊരു എന്താ പറയുന്ന ഒരു തെറുപ്പ്. അപ്പോൾ ഈ എടുക്കുന്ന തുണിയാണെങ്കിലും എടുത്ത് മുകളിലോട്ട് കുത്തിയിട്ട് ചാടി നടക്കുന്ന ചെമ്മീൻ പിടിക്കുക, അതിനെ നെരിക്കുക, അത് ആ മടിത്തുമ്പിലിടുക, അതും ഒരു ചെറിയ ബിസിനസ്സായിട്ട് മാറ്റിയവളാണ് ഞാൻ. അങ്ങനെ എനിക്ക് 25 പൈസ കൂലിയിൽ
ഞാൻ ജോലിക്ക് ഇറങ്ങി. 8ാമത്തെ വയസ്സിൽ 25 പൈസ കൂലി വാങ്ങിച്ച ആളാണ് ഞാൻ. അതും കഴിഞ്ഞ് അങ്ങനെ തുടർന്ന് വന്നു. അമ്മയുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കൊണ്ട് പട്ടിണിയാണ്. പച്ചക്കപ്പ ചുട്ട് തന്നിട്ടുണ്ട് അമ്മ, പിണ്ണാക്ക് തന്നിട്ടുണ്ട്. അന്നത്തെ പിണ്ണാക്കിന് ഞാനൊരു പേരിട്ടിട്ടുണ്ട്, സൂപ്പർ പിണ്ണാക്കെന്ന്. അത് അവല് പോലത്തെ പിണ്ണാക്കാണ്. ഇന്നത് നമുക്ക് കിട്ടാനോ സങ്കല്പിക്കാനോ കഴിയില്ല. കയ്യിലെടുത്ത് ഊതിയാൽ പറക്കുന്ന ഒരു പിണ്ണാക്കാണ്. അതും തിന്നും ചൂടുവെള്ളം കുടിച്ചാണ് ഞങ്ങളുടെ കുടുംബം. ഒരുപാട് ബന്ധുക്കളൊക്കെ ഉണ്ട്. ഞങ്ങൾ 2 പെൺകുട്ടികളാണ് ജനിച്ചത്, ആരുടെയും തെറ്റല്ലല്ലോ. അതിൽ ആക്ഷേപിച്ച ആൾക്കാരുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരിക്കുമല്ലോ. പെൺകുട്ടികളോട് പൊതുവെ ഇപ്പോഴാണല്ലോ ഒരു പെൺകുട്ടി ആൺകുട്ടി വേർതിരിവില്ലാത്തൊരു ഘട്ടം വന്നത്. അത് ഇപ്പോഴും അങ്ങനെ നമ്മളുടെ മനസ്സിൽ സങ്കല്പമാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഇപ്പോഴും അങ്ങനെ വേർതിരിവ് കാണിക്കുന്നുണ്ട്. എൻ്റെ ഈ പ്രായത്തിൽ ഇപ്പോഴും ഞാനത് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് 2 പെൺമക്കളാണ്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു പാഠമാണത്, ജീവിതത്തിൽ ഒരു പാഠമാണ്. അങ്ങനെ ഞാൻ നടന്നു. ആ പാഠത്തെ ഇത് കഴിയുമ്പോൾ വീട്ടിൽ വന്ന് കപ്പലണ്ടി മേടിക്കും. അന്ന് 1 പൈസയ്ക്ക് 6 കപ്പലണ്ടിയാണ് നമുക്ക് കൊടുക്കണത്, വിൽക്കാൻ കൊടുക്കണത്. അത് ഇന്ന സ്ഥലമൊന്നുമില്ല, കള്ള് ഷാപ്പ്, അങ്ങനെ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം കപ്പലണ്ടി കൊണ്ടുപോകും. അപ്പോൾ ആരും, ഞാൻ സൈക്കിൾ ചവിട്ടുന്ന ഒരു വ്യക്തിയാണ്. കുഞ്ഞിലേ തൊട്ടേ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹങ്ങളായിരുന്നു. വണ്ടിയോട് ഭയങ്കര റൈസിങ് ആയിരുന്നു, ഭയങ്കര ക്രൈസാണ് വണ്ടിയോട്. സ്വന്തമായി ഒരു വണ്ടി വാങ്ങണം എന്നുള്ള ഒരു മെന്റൽ ചിന്ത മനസ്സിൽ അന്നേ ഉണ്ട്. പക്ഷെ അതൊന്നും സാധിക്കാതെ പോയും. അതിലെനിക്ക് വിഷമമില്ല. പക്ഷെ ചേച്ചി വിചാരിച്ചാൽ ഇപ്പോൾ ചേച്ചിക്ക് ഒരു വണ്ടി വാങ്ങിക്കാൻ സാധിക്കും എന്ന് വെച്ചാൽ സാധിക്കുമെന്ന് പറഞ്ഞാൽ, ഞാൻ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, എന്നെ മനസ്സിലാക്കിയ വ്യക്തികളുണ്ട്. അവർ പലരും ഇങ്ങോട്ട് പലതും ഓഫർ വെച്ചിട്ടും ഞാനത് നിരസിച്ചതാണ്. നടക്കുന്നതാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ താമസിക്കുന്ന സമൂഹം തെറ്റാണ്. നല്ല 10 പൈസ ആരുടെയും സൗജന്യമായിട്ട് വേണ്ട എന്നൊരു ചിന്താഗതിയാണ് എനിക്ക്. എന്ന് വെച്ചാൽ നമ്മുടെ അധ്വാനത്തിൽ നിന്നും നമുക്ക് അതിന്റെ ഒരു വില വേറെയാണ് അല്ലേ. കഷ്ടപ്പെട്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും കിട്ടുന്ന പണത്തിന് വില മൂല്യം കൂടുതലാണ്. കിടന്ന് ഉറങ്ങുമ്പോൾ കിടന്നാൽ എനിക്ക് ഉറക്കമില്ല, അത് ഇപ്പോഴും ഇല്ല. 1 അരമണിക്കൂറോ അല്ലെങ്കിൽ 10 മിനിറ്റോ ഉറങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ചിന്തകളുടെ അപ്പുറമാണ് ഞാൻ. എന്നെ എല്ലാവരും ചോദിക്കാറുള്ള ഒരു ഭാഷയുണ്ട്. ഞാൻ മാത്രമല്ല എനിക്ക് അങ്ങനെ ആകാൻ പറ്റുള്ളൂ. മറ്റുള്ളവരോട് എൻ്റെ രീതി, മറ്റുള്ളവരോട് എനിക്ക് അത് അങ്ങനെ ആവാൻ പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ ചിന്തിക്കുന്നതും മറ്റുള്ളവർ ചിന്തിക്കുന്നതും ഒരുപോലെ ആവണമെന്ന് ശടിക്കാനും പറ്റില്ല. ഞാൻ മാത്രമാണ്. ഇപ്പം നമ്മൾ ഈ കുറേ കഷ്ടതകളെ പറ്റി പറഞ്ഞു. ഇതിൻ്റെ ഇടയിൽ ചേച്ചിയോട് ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ ചേച്ചി ഈ വണ്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് ഓർത്തത്, ഒരിക്കൽ വണ്ടിയോടുള്ള ക്രൈസ് മൂത്തിട്ട് ഒരു വണ്ടിയിൽ കയറി പോയൊരു കാര്യം പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊന്ന് പറയാമോ? അത് എന്ന് വെച്ചാൽ, ഞാൻ ഈ ജോലിയിലൊക്കെ നിന്ന് സൈക്കിള് ചവിട്ടി ഞാൻ കപ്പലണ്ടി വിറ്റ് നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെ തരകന്മാരുടെ ഒരു ഇതുണ്ട്, എഴുപുന്ന തരകൻ, കളത്തറ പാറായി എന്നൊക്കെ പറയും. യഥാർത്ഥ സ്ഥലം എവിടെയാണ്? എൻ്റെ വീട് തൈക്കാട്ടുശ്ശേരി. ഈ തൈക്കാട്ടുശ്ശേരി എന്ന് പറയുമ്പോൾ ആലപ്പുഴ ജില്ലയിലാണ് അപ്പോൾ ചേച്ചിയുടെ സ്ഥലം യഥാർത്ഥത്തിൽ. അപ്പൊ ഈ അതുകൊണ്ടാണ് തരകന്മാരുടെ വീടിനെ പറ്റി പറയുന്നത്. തരകന്മാരുടെ വീടുകളിൽ പറയുന്നതിനൊരു കാര്യമുണ്ട്. അവിടുത്തെ ഒരു കാര്യസ്ഥനായിട്ട് എൻ്റെ അച്ഛൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കുടുംബമായിട്ട് അടുത്ത ബന്ധമുണ്ട്. ഞാൻ 5-10 വർഷം ആ വീട്ടിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. കോട്ടയം. ആ കഥയിലേക്കാണ് എനിക്ക് വരേണ്ടത്. ആ കോട്ടയത്ത് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. കോട്ടയിൽ എത്തിപ്പെടുന്നത്, ഇവര് പറയുമ്പോ കാറിനൊക്കെ ഓൺ അടിക്കുമ്പോൾ നമ്മളെ പോലെയുള്ള പാവങ്ങള് വഴി മാറിക്കൊടുക്കണമെന്നാണ്, റൂട്ട് മാറിക്കൊടുക്കണമെന്നാണ്. പക്ഷെ ഞാൻ അത് ചെയ്യില്ല. ഞാൻ എന്ന് വെച്ചാൽ അന്ന് കുട്ടിയാണ്, അന്നുകൊണ്ട് ഒരു തെറുപ്പ്, ഒരു റബ്ഡിത്തം.
ഞാൻ ആ പേരൊന്ന് പറഞ്ഞോട്ടെ, ചേച്ചീൻ്റെ നാട്ടിൽ വിളിച്ചിരുന്ന പേര്. ചേച്ചിയെ നാട്ടിൽ വിളിച്ചിരുന്നത് റൗഡി രാജമ്മ എന്നാണ്. അത്ര തെമ്മാടിത്തരം കൈയുണ്ടായിരുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ചെറുതാണെങ്കിലും ആ സമയത്ത് വണ്ടി വരുമ്പോൾ മാറിക്കൊടുക്കില്ല. അതൊരു കൊടുക്കില്ല. ഞാൻ ആ ഒരു തൻ്റെ ഇടം അന്നുണ്ട്. അന്നുണ്ട്. അവര് ഹോൺ അടിച്ചാൽ അവരുടെ മുമ്പിൽ കിടന്നുണ്ട് റാസ കളിക്കലാണ് എൻ്റെ ഒരു പരിപാടി. അവരെ ശല്യപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം. എന്താന്ന് അല്ല, അങ്ങനെ ഒരു മൈൻഡ് എനിക്ക് കിട്ടുന്നത്, നമ്മള് ഇല്ലായ്മക്കാരാണ്, നമ്മളുടെ ബ്ലഡ് അവരുടെ ബ്ലഡ് അതുമായിട്ട് വ്യത്യാസമൊന്നുമില്ല, നിറവ്യത്യാസമൊന്നുമില്ല. പിന്നെ ഒരു വീട്ടിൽ നമ്മൾ 10 മക്കളുണ്ടെങ്കിൽ 10 പേരുടെയും ഗ്രൂപ്പ് ഒന്നാകില്ലല്ലോ. ഞാൻ കുഞ്ഞിലെ വിദ്യാഭ്യാസം ഇല്ലാത്തെങ്കിലും ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ അന്നുകൊണ്ട് എനിക്ക് ചെറിയ എഴുതണമെന്നൊക്കെ ഒരു ആഗ്രഹമുള്ളതായിരുന്നു. പക്ഷെ വിദ്യാഭ്യാസം ഇല്ലാഞ്ഞുകൊണ്ട് എന്നാലും അക്ഷരങ്ങൾ തെറ്റിയാണെങ്കിലും വല്ലതൊക്കെ എഴുതി കുറിക്കുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു തെമ്മടിയായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് തരകന്മാരുടെ കോട്ടയത്തോട്ട് പോകുന്ന ഒരു ഇതാണ്. അപ്പം തൊമ്മൻ എന്നൊക്കെ പറയുന്നത് അവരുടെ കാര്യസ്ഥനാണ്. എൻ്റെ അച്ഛൻ മരിച്ചു പോയോടുകൂടി എൻ്റെ അച്ഛൻ അതിൽ നിന്നൊക്കെ പോകുന്നു. അച്ഛൻ കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു, പുൽത്തന്നെ മാറ്റുന്ന ഒരു കമ്പനി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. 5 വയസ്സേ ഉള്ളൂ എനിക്ക്. അതിനായിട്ടുള്ള ആൾക്കാർ പറഞ്ഞുള്ള ഒരു അറിവേ ഉള്ളൂ. അപ്പം ഈ കാറിൽ ഇങ്ങനെ നടന്നപ്പോൾ ഇവരുടെ ശല്യം ചെയ്തപ്പോൾ അന്ന് ഞാൻ എനിക്ക് വീട് തീർക്കാൻ അറിയാം. അന്ന് അറിയാൻ പാടില്ലാത്ത തൊഴിലുകളൊന്നുമില്ല. ചെറുപ്രായത്തിലും ഏകദേശം കൈപ്പറ്റുന്നതെല്ലാം ചെയ്യുമായിരുന്നു. എന്താണോ എനിക്ക് ശരിയെന്ന് തോന്നണത് ഞാൻ അത് ചെയ്യും. അപ്പം ഞാൻ വീഡിയെല്ലാം മേടിക്കാൻ കവലയ്ക്ക് പോയതാണ്. അപ്പോഴാണ് ഈ വണ്ടി വന്ന് ഹോൺ അടിച്ചിട്ട് ഈ തൊമ്മനെന്ന് പറഞ്ഞ ചേട്ടൻ മാറുന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ ഭാഷയിൽ ആംഗ്യം കാണിച്ച് നീ പോടാന്നുള്ള ഇതായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പൊ പുള്ളിയോട് ചോദിച്ചു, അതാരാണ് ആ കുട്ടി, നല്ല സ്മാർട്ട് കുട്ടിയാണല്ലോ എന്ന്. അന്നേരം പറഞ്ഞു, നമ്മുടെ വല്ലയിൽ എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞിട്ട് എൻ്റെ മോളാണ്. എൻ്റെ മോള്. അയ്യോ, ചേട്ടൻ എന്നെ എടുത്തു വളർത്തിയ ചേട്ടനാണ്. എടുത്താണ് ആ കുട്ടീനെ ഒന്ന് സംസാരിക്കുന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, മോളെ അവിടെ അവർക്കൊക്കെ അറിയാം ഈ വണ്ടിയുടെ ഇതുണ്ട്, അവർക്ക് ജീപ്പുണ്ട്, കാറുണ്ട്, പോന്നോന്ന് ചോദിച്ചു. എനിക്ക് ഈ വണ്ടിയിൽ നിന്ന് കേട്ട പ്രാന്താണ്. അമ്മ പാടത്ത് പണിക്കും പോയി. ഞാൻ വീഡിയോയിലേക്ക് മേടിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ചേട്ടൻ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വരാമെന്ന് എടുത്ത വായിക്കുമെന്ന് പറഞ്ഞു. എടുത്ത വായിക്കും പറഞ്ഞു, ഡ്രസ്സും കാര്യമൊന്നുമില്ല, 2 ജോഡിയാണ് ഉള്ളത്. അതും എടുത്ത് ഒരു കവറിലെടുത്ത് പൊതിഞ്ഞ് കക്ഷത്തി വെച്ചിട്ട് സൈക്കിളും എടുത്ത് വാ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, അയ്യോ അങ്ങനെ പോകാൻ പറ്റത്തില്ല, ചേട്ടായി വാ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു നല്ല ഒരു അമ്മച്ചി മുണ്ടും ചട്ടയൊക്കെ എടുത്ത് കാണാൻ നല്ല സൂപ്പർ അമ്മ ഇങ്ങ് വന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെ വന്നൊന്നുമില്ല, നിങ്ങൾക്ക് എന്നെ വെടിവെക്കാനാണോ എന്ന് ചോദിച്ചു, തല്ലാനാണോ എന്ന്. അന്നത്തെ ആ കുസൃതിക്ക് ചോദിച്ചു. അപ്പം അല്ല, ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, നീ ഇവരുടെ കൂടെ പോകണമെന്ന് ചോദിച്ചു. എവിടെയാണെന്ന് ചോദിച്ചു. ആലപ്പുഴയാണ്, വണ്ടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ആ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പോലും അറിയാണ്ട് കയറി അങ്ങോട്ട് പോയി. ആ കാറിലേക്ക് കയറിപ്പോയി. ഞാൻ പോയി. ആലപ്പുഴ ചെന്നപ്പോൾ അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. അവിടെ ഈ ഒരു മരത്തിൽ ഇങ്ങനെ ലാവ്. ആലപ്പുഴയിലെ കോട്ടയത്തോ? ആലപ്പുഴയിൽ. ആ കോട്ടയത്തൊക്കെ അതിക്കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ അത് നിന്നിട്ട് എനിക്ക് ഇതൊക്കെ ഭയങ്കര ത്രില്ലായി. അമ്മ ബോധം കെട്ട് വീണു. കുട്ടി കാണാതെ അല്ല, അവിടെ പറഞ്ഞു. അമ്മ ബോധം കെട്ട് വീണുമ്പോ അമ്മയ്ക്ക് ഒരു പേടിയുണ്ട്. ബോധം കെട്ട് വീണ് ഉടനെ ഇവർക്ക് ഈ ലാൻഡ് ഫോൺ ഉള്ള ഇതുണ്ട്. അപ്പൊ അവര് വിളിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഏട്ടനെ അറിയിച്ചു. ഏട്ടനെ എങ്ങനെയോ വീട്ടിൽ പിറ്റേ ദിവസം എത്തി. അപ്പൊ എന്നോട് പറഞ്ഞു, ബാ നമുക്ക് തൈക്കാട്ടുശ്ശേരി പോകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എങ്ങനെ നിൽക്കും, വണ്ടിയുള്ള വീട്ടിലാണ് ഞാൻ നിൽക്കുള്ളൂ. വണ്ടിയുള്ള വീട്ടിലേ നിൽക്കുള്ളൂ. അപ്പോൾ വണ്ടിയിൽ കിടന്നിട്ട് കളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവരൊന്നും പറയാറില്ല എന്നോട്. സെറ്റമായിട്ട് അവരുടെ മക്കളുടെ കൂടെയൊക്കെ കളിക്കും. പക്ഷെ മക്കളുടെ കൂടെ കളിക്കുമെങ്കിലും എട്ടിൻ്റെ പണിയാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. സകല പണിയെടുക്കണം. അവരുടെ കുട്ടീനെ കളിപ്പിക്കണം, അവരുടെ വീട്ടിലെ പണിയെടുക്കണം. എനിക്കൊരു മടി ഉണ്ടായില്ല. വണ്ടി ഒരെണ്ണം കിട്ടുമെന്നുള്ള ആ ക്രൈസിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവരെന്ത് ജോലി പറഞ്ഞാലും ഞാൻ ചെയ്യും. അങ്ങനെ കഴിയുമ്പോൾ വീട്ടിൽ വന്നപ്പോൾ അമ്മ അവശതയായി. അന്ന് ഇങ്ങനെ ഒരു മുണ്ടും അന്നത്തെ ഒരു മുണ്ടും എടുത്ത് ഒരു തോർത്തും ഒക്കെ ഇട്ടുകൊണ്ട് അമ്മ ഇരിപ്പുണ്ട്. അമ്മ എന്നെ കണ്ടത് ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ആദ്യത്തെ ചോദ്യം എന്നോട് എൻ്റെ അമ്മ ചോദിച്ചത്, മോനും വയറ് നിറച്ച് ഭക്ഷണം തരുമോന്ന്.
അതെനിക്ക് എപ്പോഴും എന്താണ് പിണ്ണാക്കും അതും ഇതുമൊക്കെ തിന്ന് നടക്കുന്ന ഒരാളാണ്. വാഴയില കീറി കടകളിൽ കൊണ്ടേ കൊടുക്കും, അവര് ഇച്ചിരി പിണ്ണാക്ക് തരും. അമ്മ വന്നതിന് മുമ്പ് അതൊക്കെ തിന്ന് പച്ചവെള്ളം കുടിച്ച് വയറിളകിയൊക്കെ അവിടെയൊക്കെ നടക്കും. അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു. അഥവാ വല്ല കുഞ്ഞുങ്ങളെയും കണ്ടാൽ എനിക്ക് വിഷമം തോന്നും. ഞാൻ അപ്പം കയ്യിലുള്ള ഒരു 10 രൂപ എനിക്ക് 10 രൂപ ഇപ്പോഴും, എനിക്ക് സാമ്പത്തികം ഉണ്ടായിട്ടല്ല, എന്നാലും ഇപ്പോഴും ഞാൻ 10 രൂപ ആ ഒരു അവസ്ഥ അറിഞ്ഞ് ജീവിച്ചതുകൊണ്ട്